നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് തൃപ്രങ്ങോട് കൈമലശ്ശേരി കൈപ്പനാൽ കുളം നവീകരിക്കും. കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത ഹിബ ആയിഷയെ പീപ്പിൾസ് വോയ്സ് മലപ്പുറം മൊമെന്റോ നൽകി ആദരിച്ചു. വൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. താനൂർ മണ്ഡലം LDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF ബിപിയങ്ങാടി മഹല്ല കമ്മിറ്റി റമളാൻ കിറ്റ് വിതരണം ചെയ്തു. വിശദമായ വാർത്തകൾ. ജനങ്ങളെ വിഭജിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഡിവൈഎഫ്ഐ തിരൂർ ബ്ലോക്ക് കമ്മിറ്റി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. താഴെപ്പാലം SBI പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് തിരൂർ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം P. സുമിത്ത് ഉദ്ഘാടനം ചെയ്തു. നൗഫൽ കൗങ്ങൽ, പ്രജോഷ്, T. വിനോദ്, P. ഷറഫുദ്ദീൻ, സൗമ്യ KP, ധനേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. വെട്ടൻ ന്യൂസ് തിരൂർ. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് തൃപ്രങ്ങോട് കൈമലശ്ശേരി കൈപ്പനാൽ കുളം നവീകരിക്കുന്നു. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ നിർവഹിച്ചു. പ്രതീക്ഷയുടെ കാലം വരുമ്പോഴാണ് മക്കൾ ടൂറൊക്കെ പോയി കഴിഞ്ഞിട്ട് ഇങ്ങനെ അത്യാഹിതങ്ങളെ നേരിടുന്നത്. അപ്പൊ എനിക്കിവിടുത്തെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു എന്താ പറയാ ജലസംഭരണി എന്നുള്ള നിലയ്ക്ക് ഈ കുളം സംരക്ഷിക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അതിലേറെ ഞാനിവിടെ നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നമ്മുടെ മക്കൾക്ക് ഏത് സമയത്തും നീന്തൽ പഠിക്കാനും കുളിക്കാനുമുള്ള ഒരു കേന്ദ്രമായിട്ട് ഈ കുളത്തെ മാറ്റണം. അപ്പൊ അത് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം. അപ്പൊ ആ നിലയിൽ നിങ്ങൾ ഈ നാട്ടിലെ ആളുകൾ മുഴുവൻ നീന്തൽ പരിശീലനത്തിന് അനുയോജ്യമാക്കിയും ചുറ്റും നടപ്പാത നിർമ്മിച്ചുമാണ് കുളം നവീകരിക്കുന്നത്. നിർമ്മാണോദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U. സൈനുദ്ദീൻ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ കാവീട്ടിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃപ്രങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് V. ശാലിനി മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P. കുമാരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഫുക്കാർ, വാർഡ് അംഗം റഹീന മുതലായവർ പ്രസംഗിച്ചു. വെട്ടം ന്യൂസ് തൃപ്രങ്ങോട്. കേരള ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റായി എൻറോൾ ചെയ്ത ഹിബ ആയിഷയെ പീപ്പിൾസ് വോയ്സ് മലപ്പുറം മൊമെന്റോ നൽകി ആദരിച്ചു. ആദരിക്കൽ ചടങ്ങിൽ രക്ഷാധികാരി പരുത്തിപ്ര മുഹമ്മദ് ഹാജി സംസാരിച്ചു. ഹിബ ആയിഷ കേരള ഹൈക്കോടതിയിൽ നിന്നും അഡ്വക്കേറ്റായി എൻറോൾ ചെയ്തതിൻ്റെ അഭിമാന സൂചകമായിട്ടും സന്തോഷം പ്രകടിപ്പിക്കുന്നതിനും ഒരു ആദരവെന്ന നിലയിൽ ഞങ്ങൾ കൊടുത്ത ഒരു ചെറിയ ഉപഹാരമാണിത്.
അബുദാബി KMCC മലപ്പുറം ജില്ലാ അധ്യക്ഷനും പീപ്പിൾസ് വോയ്സ് മലപ്പുറത്തിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ അബ്ദുൾ അസീസ് കാളിയാടന്റെ മകളാണ് ഹിബ ആയിഷ. ആദരിക്കൽ ചടങ്ങിൽ രക്ഷാധികാരി പരുത്തിപ്ര മുഹമ്മദ് ഹാജി സംസാരിച്ചു. പ്രസിഡന്റ് ചീനിയത്ത് മുഹമ്മദ് അലി, സെക്രട്ടറി നൌഫൽ ഷാ, ഷാജി മുളക്കൽ, സുദർശൻ വൈരങ്കോട്, ഹമീദ് ചെമ്മല, റഷീദ് കുറ്റൂർ, CP നാസർ, നവാസ് ബീരാഞ്ചിറ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വെട്ടം ന്യൂസ് മലപ്പുറം. വൈദ്യുതി ഉൽപാദന വിതരണ രംഗത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് MLA-മാരുൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സഹകരണം അനിവാര്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി K. കൃഷ്ണൻകുട്ടി. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷന്റെ നിർമ്മാണ ഉദ്ഘാടനത്തിന്റെ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാടാമ്പുഴ ജനതയുടെ ചിരകാല അഭിലാഷമാണ് സാക്ഷാത്കരിക്കപ്പെടുന്നത്. 110 kV സബ്സ്റ്റേഷന്റെ ഇതിന് രാഷ്ട്രീയ ഈ ചടങ്ങിന് ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിലെ ബഹുമാനരായ മറ്റ് ജനപ്രതിനിധികൾ, KSEB-യുടെ ഉദ്യോഗസ്ഥന്മാർ, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാർ, ഇതിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത് നടന്ന കരാറുകാർ, തൊഴിലാളികൾ എന്നിവരുടെ എല്ലാ പരിപൂർണസംഘം പ്രതീക്ഷിച്ചുകൊണ്ട് കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷന്റെ കാടാമ്പുഴ മൈത്രി ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പ്രൊഫസർ KK ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളേരി, കോട്ടക്കൽ നഗരസഭ അധ്യക്ഷ ഡോക്ടർ ഹനീഷ, വളാഞ്ചേരി നഗരസഭ അധ്യക്ഷൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജിത നന്നേങ്ങാടൻ, KP വഹീദ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OP കുഞ്ഞി മുഹമ്മദ്, കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ OK സുബൈർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV നാസിബുദ്ദീൻ, മാറാക്കര ഗ്രാമപഞ്ചായത്ത് അംഗം TV റാബിയ, പ്രതിപക്ഷ നേതാവ് P റഷീദ്, വളാഞ്ചേരി നഗരസഭാ കൌൺസിലർ ഫൈസൽ തങ്ങൾ, KCB ഉദ്യോഗസ്ഥർ, മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടം ന്യൂസ് കോട്ടക്കൽ. താനൂർ മണ്ഡലം LDF കൺവെൻഷൻ സംഘടിപ്പിച്ചു. താനൂർ അറേബ്യൻ പ്ലാസയ്ക്ക് സമീപം ചേർന്ന താനൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പൊന്നാനി പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന സംഘപരിവാറിന്റെ അജണ്ടകൾ ഓരോന്നായി പുറത്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലുള്ള ഈ ഗവൺമെന്റ് ഈ രാജ്യത്തോട് ചെയ്യുന്ന കൊടും ചെയ്തികൾ നമുക്കറിയാം. താനൂർ മണ്ഡലം LDF കൺവെൻഷൻ മന്ത്രി V. അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം E. ജയൻ അധ്യക്ഷനായി. ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരവോടുകൂടി ബഹുമാനപ്പെട്ട റഹ്മാനെ ക്ഷണിക്കുന്നു. ഇന്ത്യ നാളിതുവരെ അച്ചടിച്ചിട്ടുള്ള മുഴുവൻ കറൻസി നോട്ടുകളും കെട്ടുകളായി കൊണ്ടുവന്നാലും ഇടതുപക്ഷത്തെ ഒരംഗവും 1 ഇഞ്ച് ആടില്ല, മാറില്ല, ചാഞ്ചാട്ടമുണ്ടാവില്ല. ഒരു നിലപാടിന്റെ മേൽ അടിയുറച്ചു നിൽക്കും. വർഗീയ ഫാസിസത്തോട് ഏറ്റുമുട്ടാൻ വിമാനം കിട്ടിയില്ല എന്ന് പറയില്ല. ഡൽഹിയിലെത്താൻ വൈകിപ്പോയി. അത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M. സ്വരാജ്, NCP സംസ്ഥാന സെക്രട്ടറി TN ശിവശങ്കരൻ, V. ബിജു, M. സൈദലവി, സബാഹ് പുൽപ്പറ്റ, K. മല്ലിക, K. മൊയ്തീൻകുട്ടി ഹാജി, AP സുബ്രഹ്മണ്യൻ, C. സുലൈമാൻ, CP അബ്ദുൽ വഹാബ്, ഉണ്ണിമംഗലം, OK ബേബി ശങ്കർ, PT ഉണ്ണിരാജ എന്നിവർ സംസാരിച്ചു. O. സുരേഷ് ബാബു സ്വാഗതവും KT ശശി നന്ദിയും പറഞ്ഞു. 1001 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. വെട്ടം ന്യൂസ് താനൂർ. കേരള മുസ്ലിം ജമാഅത്ത് SYS SSF BP അങ്ങാടി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർധനരായ കുടുംബങ്ങൾക്ക് 1 മാസത്തേക്കുള്ള പലചരക്ക് വസ്തുക്കൾ അടങ്ങിയ ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. BP അങ്ങാടി ജാറം പരിസരത്ത് വെച്ച് നടന്ന പരിപാടി തിരൂർ SI നിഖിൽ, മുസ്ലിം ജമാഅത്ത് തിരൂർ സോൺ സെക്രട്ടറി അബ്ദുൽ ഖാദറിന് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം കിട്ടാതെ റംസാൻ ആഘോഷിക്കാൻ പറ്റാതെ ഇഷ്ടംപോലെ കുടുംബങ്ങളുണ്ട് ഇന്ത്യയിൽ. നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, സമ്പത്ത് മൊത്തം കുറച്ചാൾക്കാരെ കുന്നുകൂടികളാണ്. ചിലരുടെ പൈസ കിട്ടുന്നില്ല. അതായത് രാജ്യത്തിന്റെ സമ്പത്ത്. കേരള
മുസ്ലിം ജമാഅത്ത് SYS SSF BP അങ്ങാടി മഹല്ല കമ്മിറ്റി റമളാൻ കിറ്റ് വിതരണം ചെയ്തു. ഗഫൂർ സഖാഫി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മൊയ്തീൻകുട്ടി അധ്യക്ഷത വഹിച്ചു. മുഹമ്മദ് കോയ തങ്ങൾ കട്ടച്ചിറ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ചടങ്ങിൽ മുസ്ലിം ജമാഅത്ത് തിരൂർ സോൺ പ്രസിഡന്റ് അബ്ദുറഹിമാൻ മൂവൈനി മുഖ്യപ്രഭാഷണം നടത്തി. തലക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AK ബാബു, CP ബാപ്പുട്ടി, ഷക്കീർ നാളിശ്ശേരി, വാർഡ് മെമ്പർ മുംതസിർ ബാബു, P സുലൈമാൻ, ഹനീഫ, മുട്ടന്നൂർ അബ്ദുൽ സമദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി മുസ്ലിം ജമാഅത്ത് SYS SSF പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ ജാഫർ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ് BP അങ്ങാടി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.